അതേസമയം പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് സ്പീക്കർ രംഗത്തെത്തി. തെരുവിലിട്ട് സ്പീക്കറെ അലക്കുന്നത് ശരിയല്ല എന്നാണ് സ്പീക്കറുടെ വിമർശനം. എന്നാൽ പ്രതിപക്ഷ എംഎൽഎമാരുടെ ബാനറുകൾ പിടിച്ചുവാങ്ങി വാച്ച് ആൻഡ് വാർഡുമാരാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇവിടെ ചില പ്രതിപക്ഷ അംഗങ്ങൾ ചെയറിന്റെ സമീപത്ത് വന്ന് പറഞ്ഞത് ചെയർ കള്ളം പറയുന്നു എന്നുള്ളതാണ്. തന്റെ വാദം ജയിക്കാൻ വേണ്ടി, നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല ചെയർ. അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ നിരത്തുന്നത് ശരിയല്ല. നിങ്ങൾ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ്. നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത ഈ 15ാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ല. നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തെന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ്. ഏതായാലും ജനാധിപത്യത്തിൽ ഇങ്ങനെ സഭ റക്കസാക്കുന്ന രീതി ശരിയല്ല. ഡിബേറ്റും ഡിസ്കഷനുമാണ് ഹെൽത്തി ഡെമോക്രസിക്ക് ഏറ്റവും നല്ലത്. സഭയിൽ കഴിഞ്ഞ ദിവസം അങ്ങ് ചില പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ മെമ്പർമാര് ഡയസിലേക്ക് എരച്ചു കയറിയത്. സർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ കയ്യിലുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയസിലേക്ക് കയറിയത്. ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ നിയമസഭയിൽ ഞങ്ങൾ സമരം നടത്തിയത്. സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. സർ, അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ബാനറും പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യം മുഴക്കിയാണ് സഭാ കവാടത്തിൽ നിന്നും പ്രതിപക്ഷ എംഎൽഎമാർ നിയമസഭയിലേക്ക് എത്തിയത്. ചർച്ചകളില്ലാതെ ധനവിനിയോഗ ബിൽ പാസാക്കി സഭ ഈ മാസം 23 വരെ പിരിഞ്ഞു. പോറ്റി സോണിയാഗാന്ധി ചിത്രമുള്ള പോസ്റ്ററുകളും മുദ്രാവാക്യവുമായിട്ടാണ് ഭരണപക്ഷ എംഎൽഎമാർ പുറത്തിറങ്ങിയത്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും ഉന്നയിക്കുമ്പോൾ അതേ വിഷയം ഉന്നയിച്ച് പ്രതിരോധം തീർക്കാനാണോ ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ തീരുമാനം? അതുകൊണ്ടാണോ സോണിയാഗാന്ധിയുടെ ചിത്രമുള്ള ബാനറുകളുമായി പുറത്തേക്കിറങ്ങി ഭരണപക്ഷം പ്രതിഷേധിക്കുന്നത്? ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പോര് തന്നെയാണോ കാണാനിരിക്കുന്നത്? സ്മൃതി, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ വജ്രായുധം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് സഭയിൽ കഴിഞ്ഞ തുടർച്ചയായി 3 ദിവസം സഭാ നടപടികളുമായി സഹകരിക്കാതെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം നടുത്തളത്തിൽ തുടർന്നത്. 2 എംഎൽഎമാർ അനിശ്ചിതകാല സത്യാഗ്രഹ സമരവും നടത്തിയിരുന്നു. ആദ്യം ഈ സഭാ സെഷൻ തുടങ്ങുമ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ് ചർച്ചകളില്ല സ്വർണ്ണക്കൊള്ളയിൽ, ഇനി സമരം മാത്രമാണ് ഈ വിഷയത്തിലെന്നാണ്. ഇനി ഈ സമരം സഭയിൽ നിന്ന് നേരെ പുറത്തേക്ക് നീട്ടുകയാണ് പ്രതിപക്ഷം. ഇനി 23-നാണ് സഭ ചേരുക. അതിനു മുമ്പ് തന്നെ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കും. കാരണം നാളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്ന ജാഥ കാസർഗോഡ് തുടങ്ങിയാണ്. അതിലൊക്കെ പ്രധാന വിഷയം ഇതാണ്. അവിടെയാണ് സഭയ്ക്കകത്ത് ഈ വിഷയം തുടർച്ചയായി ഉയർത്തുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം സോണിയാഗാന്ധി, അതുപോലെ തന്നെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ ആ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അതിനൊപ്പം തന്നെ മന്ത്രിമാരും ഭരണപക്ഷങ്ങളൊക്കെ വിമർശനമുയർത്തുമ്പോൾ അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ സോണിയാഗാന്ധിയുടെ അരികിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയെന്നത്. അതിനൊപ്പം തന്നെ ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ, അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ കൂടി പ്രതിരോധം തീർക്കാനായി വാദമുഖമായി ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. കാരണം അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് കോടതി പറയുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് അതിന് സർക്കാർ അതിൽ എന്താണ് റോൾ എന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ അന്വേഷണത്തിൽ ഇടപെടുന്നു, അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം വീണ്ടും പ്രതിപക്ഷം ഉയർത്തുകയുണ്ടായി. ഇന്ന് രാവിലെ പ്രധാന കവാടത്തിന് മുന്നിൽ എത്തിച്ചേർന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ എംഎൽഎമാർ മുദ്രാവാക്യം വിളിച്ചാണ് നേരെ സഭയിലേക്ക് കടന്നത്. അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് തൊട്ടു പിന്നാലെ തന്നെ നടുത്തളത്തിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ചോദ്യോത്തരവേള ഉൾപ്പെടെ എല്ലാ നടപടിക്രമങ്ങളും തടസ്സപ്പെട്ടു. ആകെ ചട്ടം 300 പ്രകാരം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന ഒഴികെ മറ്റൊന്നും നടന്നില്ല. എല്ലാം ടേബിൾ ചെയ്ത് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി പിരികയായിരുന്നു. ഇനി 23-നാണ് സഭ വീണ്ടും ചേരുക. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.